2025 ഓഗസ്റ്റ് മാസത്തിലെ വളരെ പ്രധാനപ്പെട്ട 15 കറണ്ട് അഫയേഴ്സിന്റെ പാർട്ട് 1 വീഡിയോ നമുക്ക് നോക്കിയാലോ. ഒന്ന്, ലോകത്ത് ആദ്യമായിട്ട് യാത്രക്കാരുമായി പറന്ന വൈദ്യുത വിമാനമാണ് അലിയ CX-300. ഇത് നിർമ്മിച്ചിരിക്കുന്നത് ബീറ്റ ടെക്നോളജീസ് ആണ്. 2, കേരളത്തിന്റെ പുതിയ DGP ആയി നിയമിക്കപ്പെട്ട വ്യക്തിയാണ് റവാഡ ചന്ദ്രശേഖർ. 3, റോ അഥവാ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിന്റെ മേധാവിയായിട്ട് നിയമിക്കപ്പെട്ട വ്യക്തിയാണ് പരാഗ് ജയ്. 4, 2025 നാറ്റോ ഉച്ചകോടി നെതർലാൻഡിലെ ഹേഗിൽ വെച്ച് നടന്നിരിക്കുകയാണ്. 5, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ 2025 വാർഷിക സമ്മേളനം സ്വിറ്റ്സർലാൻഡിലെ ജനീവയിൽ വെച്ചാണ് നടന്നിരിക്കുന്നത്. 6, 2025 JC ഡാനിയൽ ഫൗണ്ടേഷൻ പുരസ്കാരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മികച്ച ചലച്ചിത്രം ഫെമിനിച്ചി ഫാത്തിമ, മികച്ച നടൻ ആസിഫ് അലി, മികച്ച നടി ചിന്നു ചാന്ദിനി, സംവിധായകൻ ചിദംബരം. 7, ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായിരുന്ന ജഗ്ദീപ് ധൻഖർ അടുത്തിടെ രാജിവെച്ചിരിക്കുകയാണ്. 8, അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തില് 18 ദിവസം താമസിച്ച ശേഷം അല്ലെങ്കിൽ 18 ദിവസം ചിലവിട്ടതിന് ശേഷം ജൂലൈ 15-ാം തീയതി ശുഭാൻശു ശുക്ല അടങ്ങുന്ന സംഘം തിരിച്ചെത്തിയിരിക്കുകയാണ്. 9, സെൻസസ് കമ്മീഷണറേറ്റിന്റെ 2018-നും 2022-നും ഇടയ്ക്കുള്ള ഇന്ത്യയിലെ ശരാശരി ആയുർദൈർഘ്യത്തിന്റെ കണക്കുകളിൽ നമ്മുടെ കേരളം 1-ാം സ്ഥാനത്ത് വന്നിരിക്കുകയാണ്. 10, ട്വിറ്ററിന്റെ സഹസ്ഥാപകനും മുൻ CEO ഒക്കെ ആയിരുന്ന ജാക്ക് ഡോർസി അടുത്തിടെ പുറത്തിറക്കിയ മെസ്സേജിംഗ് ആപ്ലിക്കേഷൻ ആണ് ബിഗ് ചാറ്റ്. 11, നീതി ആയോഗിന്റെ ഗോൾ ഓഫ് ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ് റിപ്പോർട്ട് പ്രകാരം ഗുജറാത്ത് 1-ാം സ്ഥാനത്ത് വന്നിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിന്റെ സ്ഥാനം എന്ന് പറയുന്നത് 4-ാമതാണ്. 12, സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന വയോധികർക്ക് വേണ്ടിയിട്ട് നമ്മുടെ സാമൂഹ്യ നീതി വകുപ്പ് ലോഞ്ച് ചെയ്ത പദ്ധതിയാണ് സല്ലാപം. 13, ഈ വർഷത്തെ ഭരത് ഗോപി അവാർഡ് സ്വന്തമാക്കിയിരിക്കുന്നത് മലയാളത്തിന് അഭിമാനമായുള്ള ഇന്ദ്രൻസ് ആണ്. 14, മാർ ഗ്രിഗോറിയസ് പുരസ്കാരം 2025 ലഭിച്ചിരിക്കുന്നത് ഇൻഫോസിസിന്റെ സഹസ്ഥാപകനായിട്ടുള്ള ക്രിസ് ഗോപാലകൃഷ്ണനാണ്. 15, MK സാനു ഗുരുപ്രസാദ പുരസ്കാരം 2025 ലഭിച്ചിരിക്കുന്നത് NS മാധവനാണ്. താങ്ക് യു.